അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ രാഘവൻ നായരെ തിരികെ കൊണ്ടുവരാനായിട്ട് വിഷ്ണുവും ശാലിനിയും കുടുംബശ്രീയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ വിഷ്ണു അച്ഛനെ കൂട്ടുന്നു. എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. രോഹിതനെ തുറച്ചു നോക്കിയല്ലാതെ ഒരക്ഷരം പോലും സംസാരിക്കാതെ അച്ഛനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനിയോട് പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ശാലിനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം പറയുന്നു, എനിക്ക് അധികാരമുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. അപ്പം മോളെയും രോഹിത് വിളിക്കുന്നു. അപ്പം മോള് പറയുന്നു, ചേച്ചിയമ്മ എന്നെ വിടരുതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ശാരദ പറയും, നിങ്ങൾ ചെല്ല്, പപ്പി മോളെ നമുക്ക് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ശാലിനിയും കൂട്ടി നമ്മുടെ ശ്യാമയും കൂട്ടി രോഹിത് പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ വീട്ടിൽ ചെന്ന് അച്ഛനെ അകത്തൊക്കെ കയറ്റുന്നു. അപ്പം രാഘവൻ നായർ തൻ്റെ വിഷമങ്ങളെല്ലാം സത്യഭാമയോട് പറയുന്നു. ഇങ്ങനെ വീട് പോയപ്പോൾ എനിക്ക് സമനില തെറ്റിയതാണ്, എന്ത് ചെയ്യാനാ, എനിക്കതൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ പപ്പിയും സത്യമോളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകളെന്നെ പോലെ തോന്നിക്കുന്ന രണ്ടുപേരും അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ തോന്നുന്നു. പിന്നീട് നമ്മുടെ അനൂപ് ശാലിനിയുടെ അടുത്ത് സംസാരിക്കുന്നു. നൂറിൻ്റെ കാര്യം, എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ ശാലിനിയുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശാലിനി അതിൻ്റെ വരുമ്പരായികളൊക്കെ നമ്മുടെ അനൂപിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും നൂറിനെ കിട്ടിയേ മതിയാകത്തുള്ളൂ. അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ അനൂപ്. പിന്നീട് നമ്മുടെ സത്യഭാമയോട് വിഷ്ണു ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറയുന്ന പോലെ അമ്മ അനുസരിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ സത്യഭാമ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയണമെന്ന്. ശാലിനിയും നീയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട വിഷ്ണുവിന് പെട്ടെന്ന് ഞെട്ടൽ വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാം. അമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാനും പറ്റത്തില്ല, അനുസരിക്കണോ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. രാഘവൻ നായർ ഇത് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യഭാമയുടെ പിടിവാശി തന്നെ ജയിക്കുമായിരിക്കും. കാരണം അച്ഛന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ വിഷ്ണു. പിന്നീട് നമ്മുടെ രോഹിത് മറ്റേ വീടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നു. ഒരു ലെറ്ററൊക്കെ കതകിൻ്റെ അകത്തൂടെ വെക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെന്താന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.